ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ടൈറ്റിൽ വെറുതെ കൊടുത്തല്ല. കോഴിക്കോട് ടൗണിൽ 35 ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഫ്ലാറ്റിനൊക്കെ നല്ല വിലയാണ്. നമുക്കാണെങ്കിൽ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്, വില കുറഞ്ഞ ഫ്ലാറ്റ് വേണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് താമസിക്കാൻ പറ്റുന്ന ബിൽഡിങ്ങിന് ഒരു 10-15 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഈ ഫ്ലാറ്റ് ഉള്ള ബിൽഡിങ്ങിന് ഒരു 15 വർഷം പഴക്കമുണ്ട്. പക്ഷെ നീറ്റാണ്, ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടി കേട്ടോ. നിലവിൽ നമ്മളിപ്പോൾ ഈ ഫ്ലാറ്റ് ഇപ്പം നിലവിൽ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊടുക്കാനുള്ള സാഹചര്യം കൊണ്ട് അയാളത് വാടകക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് നിലവിൽ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോലും ഒരു 17,000 രൂപ പെർ മന്ത് വാടക കിട്ടും. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. നമ്മളെ കാരപ്പറമ്പ് ഹോമിയോ കോളേജിന്റെ ഒരു 10-400 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അത്ര അടുത്താണ്. വഴി സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്ലാറ്റിന്റെ ഒരു അട്രാക്ഷൻ പറയുന്നത് നമുക്ക് ഓൺ പാർക്കിംഗ് ആണ്. പിന്നെ ഇതിന്റെ വാട്ടർ മീറ്റർ സെപ്പറേറ്റ് ആണ്. പാർക്കിംഗ് ഓൺ എന്ന് പറഞ്ഞാൽ അവിടെ പൊതുവേ കോമൺ പാർക്കിംഗ് ആണ്. പക്ഷെ ഈ ഫ്ലാറ്റിന് സ്വന്തമായിട്ടൊരു പാർക്കിംഗ് നമ്മളെ ലാൻഡിൽ ഒരു ഏരിയയിലുണ്ട്. അത് നമ്മളെ ആധാരത്തിലും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ കാണുക, ഫ്ലാറ്റിന് പോകുന്ന എല്ലാ വഴികളും ഞാൻ കാണിക്കുന്നുണ്ട്, ഫ്ലാറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് വിളിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഫ്ലാറ്റിലോട്ട് പോവാം. നമ്മളിപ്പോൾ കാരപ്പറമ്പ് ഹോമിയോ കോളേജിന്റെ അടുത്താണുള്ളത്. നിങ്ങൾ 2 റോഡ് കാണുന്നുണ്ടാവും. നമ്മൾ ഹോമിയോ കോളേജിന് അങ്ങോട്ട് പോകുന്ന റോഡാണ്. ലെഫ്റ്റ് നമ്മൾ ബാലുശ്ശേരിക്ക് പോകുന്ന റോഡാണ്. അപ്പം നമ്മൾ ഈ കാണാൻ പോകുന്ന ഫ്ലാറ്റ് ഇവിടെയാണുള്ളത്. നമ്മൾ ലെഫ്റ്റ് കാണുന്നത് ബാലുശ്ശേരി. നമ്മൾ ഈ റൈറ്റ് റോഡിലോട്ട് കയറി നമുക്കിപ്പം ഹോമിയോ കോളേജ് നമ്മളെ ഫ്രണ്ടിൽ കാണാം. നമ്മളെ ഫ്രണ്ടിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന വലിയ ബിൽഡിംഗ് ഹോമിയോ കോളേജാണ്. നമുക്ക് ഇവിടുന്ന് ഒരു റൈറ്റ് റോഡുണ്ട്. ഈ റോഡിന് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഒരു 100 മീറ്റർ, ഒരു 10-50 മീറ്റർ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ഒരു ടേണിംഗ് ഉണ്ട്. നിങ്ങളൊരു ബോർഡ് കാണുന്ന, ഒരു ബാനറൊക്കെ വെച്ച് റോഡ് കാണുന്നുണ്ടാവും. ഈ റോഡിനാണ് നമുക്ക് ലെഫ്റ്റ് പോകേണ്ടത്. ഈ റോഡിന് എനിക്ക് തോന്നുന്നു ഒരു 10-300 മീറ്ററോളം പോയാൽ മതിയാവും. നല്ല അടിപൊളി റെസിഡൻഷ്യൽ ഏരിയ ആണ്, VIP ഏരിയ ആണ്. ഇവിടെ ലാൻഡിന് സെന്റിന് 10 ലക്ഷം രൂപ സെന്റിന് വില വരുന്നൊരു ഭാഗമാണ്. അത്യാവശ്യം റെസിഡൻഷ്യൽ വിത്ത് കൊമേഴ്ഷ്യൽ ഏരിയ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റെസിഡൻഷ്യലും ആണ്, എന്നാൽ അത്യാവശ്യം ബിൽഡിംഗ് ഒക്കെ ഉള്ള ഏരിയ ആണ്. നമ്മൾ കാണാൻ പോകുന്ന ഫ്ലാറ്റ് എത്താനായി നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ ലോങ്ങിലൊരു ബിൽഡിംഗ് കാണുന്നുണ്ടാവും. മീര ഹോംസ് എന്നാണ് അതിൻ്റെ ഒരു പേര്. അപ്പം നമ്മൾ അതിൻ്റെ അടുത്തെത്തി. മീര ഹോംസ്, ഇതിലാണ് നമ്മളെ ഫ്ലാറ്റ് ഉള്ളത്. ഇതിൽ 2nd ഫ്ലോറിലാണ് നമ്മളെ ഫ്ലാറ്റ് വരുന്നത്. ഇതിൽ ഒരുപാട് താമസക്കാരുണ്ട്, ഒരുപാട് വാടകയ്ക്ക് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടെ ടൗണിൽ തന്നെ ആയതുകൊണ്ട് വാടകയ്ക്ക് നല്ല സ്കോപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-17,000 രൂപ നമുക്ക് വാടക കിട്ടുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ പാർക്കിംഗ് ഏരിയ ആണിത്. അത് ഞാൻ പറഞ്ഞു, നമുക്ക് ഓൺ പാർക്കിംഗ് ആണ്. ഇങ്ങനെയാണ് ഫ്ലാറ്റ് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ഉൾവശം ജസ്റ്റ് ഒന്ന് കയറി കാണാം. നമ്മളെ മീറ്റർ ആണിത്. ഫ്ലാറ്റ് നമ്പർ F3 ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം. നല്ല ഫ്ലാറ്റ് ആട്ടോ. അത്യാവശ്യം നല്ല കുടുംബങ്ങൾ താമസിക്കുന്ന നല്ല ഫ്ലാറ്റാണ്. ഇതിൽ 2nd ഫ്ലോറിലാണ് നമ്മളിത് ഉള്ളത്. നമ്മളിപ്പോൾ അതിൻ്റെ എൻട്രിയിലാണുള്ളത്. ഡോറൊക്കെ നന്നായിട്ട് ചെയ്തതാണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്താണ്. നമ്മൾ ജസ്റ്റ് കയറി ചെല്ലുന്ന വലിയൊരു ഹാളിലേക്കാട്ടോ. വലിയൊരു ഹാള്. ഇത് ഒന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചെറിയൊരു മെയിൻ്റനൻസ് വർക്ക് ബാക്കിയുണ്ട്. ഇപ്പോൾ വാടകക്കാർ നിലവിലുണ്ടായിരുന്നു, അവർ പോയതിന് ശേഷം ഒന്ന് വൃത്തിയാക്കി വരികയാണ്. നിലമൊക്കെ നല്ല ടൈലാണ്. 2 ബെഡ്റൂം, 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള 2 ബെഡ്റൂം ഉണ്ട്. അത് രണ്ടും അറ്റാച്ച്ഡ് ആണ്. ഫസ്റ്റ് ബെഡ്റൂം ഇതാണ്. അത്യാവശ്യം സൗകര്യമുള്ള വലുപ്പമുള്ള ബെഡ്റൂമാണ്. സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. 1100 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഈ ഫ്ലാറ്റ് കേട്ടോ.
1100 സ്ക്വയർ ഫീറ്റ് 2 BHK. നമ്മളിപ്പം കയറുന്നത് അടുത്ത ബെഡ്റൂമാണ്, അതും അറ്റാച്ച്ഡ് ആണ്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സൗകര്യമുള്ളത്? നീറ്റാണ്, ഇൻറ്റീരിയർ നല്ല നീറ്റാണ്. നമുക്കൊരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഫ്ലാറ്റാണ്. കിച്ചണിൽ ചെറിയൊരു വർക്ക് ബാക്കിയുണ്ട്, അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് തരും. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ? കിച്ചണിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. താഴെ മേലേക്ക് ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എങ്ങനെയാണ് ഫ്ലാറ്റ് കിടക്കുന്നത്? അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നിങ്ങൾ വിളിക്കുക. സ്റ്റോറേജ് സ്പേസ് ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഒരുപാട് സ്പേസ് ഉണ്ട്. നല്ലൊരു സെൻട്രലാണ് ഫ്ലാറ്റ് ഉള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ വിളിക്കുക. ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല സെൻട്രലാണ്. താല്പര്യമുള്ളവർ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, എന്നെ വിളിക്കുക. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.